ഫ്രണ്ട്സ്, വെൽക്കം ടു ഡോക്ടർ ജയൻസ് ക്ലാസ്സസ്. നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫിസിക്കൽ വേൾഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് ചാനൽ വിസിറ്റ് ചെയ്യുക, പ്ലേലിസ്റ്റിലുണ്ട്, അത് കാണാം. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പതുക്കെ കടക്കുകയാണ്. ഈ ചാപ്റ്റർ കുറച്ച് കൂടുതലുണ്ട്. കഴിഞ്ഞ വീഡിയോ ഒന്ന് വലുതായിപ്പോയി, ഒരുപാട് വലുതായിപ്പോയി. അപ്പോൾ അത്രയൊന്നും നമുക്ക് കുട്ടികൾക്ക് അറ്റ സ്ട്രെച്ചിൽ അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് സൈക്കോളജിസ്റ്റുകളും വിദ്യാഭ്യാസ ഗവേഷകരൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ നമ്മൾ രണ്ട് പാർട്ടാക്കിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യ ഭാഗം നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ വരുന്നതും അടുത്ത ഭാഗം ഉടൻ അടുത്ത ക്ലാസ്സിൽ വരുന്നു. കുറച്ച് കുട്ടികളൊക്കെ നമ്മളിങ്ങനെ എപ്പോഴും കോണ്ടാക്ട് ചെയ്തിട്ട് അവർ പറയും, സാർ ഞങ്ങൾക്ക് ആദ്യം എടുത്ത ക്ലാസ്സുകളൊന്നും മനസ്സിലായില്ല, വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല, ആകെ വിഷമായി, ഇപ്പോഴാണ് പഠിക്കണം തോന്നുന്നു, പരീക്ഷ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലായിരുന്നു, പരീക്ഷ വന്ന് നോക്കിയപ്പോൾ ആകെ ബേജാറായിപ്പോയി, ആകെ വിഷമത്തിലായിപ്പോയി, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒന്നും വിഷമിക്കാതിരിക്കൂ, ഒരു പ്രശ്നമില്ല. നിങ്ങൾ പതുക്കെ പഠിക്കാൻ പറ്റുന്ന മാതിരി പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മുടെ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത്, അതായത് നമ്മുടെ ഫിസിക്സ് ടെസ്റ്റ് രണ്ട് പാർട്ടാണല്ലോ, പാർട്ട് 1ഉം പാർട്ട് 2 ആണല്ലോ. അതിൽ ആ പാർട്ട് 1 നന്നായി പഠിക്കണം. അവിടെ നിന്നായിരിക്കും പരമാവധി ക്വസ്റ്റ്യൻസ്. ആ പാർട്ട് 1ലെ ഫോക്കസ് ഏരിയകൾ നല്ലവണ്ണം കാണൂ. പാർട്ട് 1ലെ ഫോക്കസ് ഏരിയകൾ ഒരു വീഡിയോ കണ്ടാൽ പോരാ, 2 വീഡിയോ കണ്ടാൽ പോരാ, 3 വീഡിയോ കണ്ടാൽ പോരാ, ഇഷ്ടംപോലെ കാണുക. അതിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി എഴുതിയെടുക്കുക. അപ്പോൾ അത് തന്നെ മാർഗ്ഗമുള്ളൂ. അല്ലാണ്ടപ്പോൾ നമുക്ക് ബേജാറായി ടെൻഷനായിട്ടൊന്നും ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കുക. വിജയത്തിലേക്ക് എളുപ്പമാർഗ്ഗങ്ങളില്ല, അത് നിങ്ങൾ ഓർക്കണം. വിജയത്തിലേക്ക് എളുപ്പമാർഗ്ഗങ്ങളില്ല. നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറുന്ന കോണിപ്പടിയുടെ ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്, ദർ ഈസ് നോ എലവേറ്റർ ടു ദ സക്സസ്, യു ഹാവ് ടു ക്ലൈംബ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. വിജയത്തിലേക്ക് എലവേറ്റർ, ലിഫ്റ്റ് ഒന്നുമില്ല, പടികൾ മാത്രമേ ഉള്ളൂ. ആ പടികൾ ഓരോന്നായി കയറുക തന്നെ വേണം. അതുകൊണ്ട് പതുക്കെ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് അന്നന്ന് ചെയ്യുക, കൃത്യമായി ചെയ്യുക. ഏത് സിനിമയിലാണ് ഫഹദ് ഫാസിലിൻ്റെ ഈ ഡയലോഗ്, ഞാൻ പറഞ്ഞ ഡയലോഗ് ഉള്ളത്? ഏത് സിനിമയിലാണ്? ഓർക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ചിന്തയൊക്കെ ഒന്ന് വർക്ക് ചെയ്യട്ടെ, മനസ്സൊക്കെ ഒന്ന് വർക്ക് ചെയ്യട്ടെ. സിനിമയിലേക്കെങ്കിലും ചിന്തിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, നോക്കാമല്ലോ ശരിയാവുന്നുണ്ടോ നോക്കാമല്ലോ. ഏതായാലും നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഒന്നാം ഭാഗത്തിലേക്ക് പോകുന്നു. ഫസ്റ്റ് ഫോക്കസ് ഏരിയ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, പാത്ത് ലെങ്ത്. ആ ഭാഗമാണിത്, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാൻ ക്വസ്റ്റ്യൻ ബേസിലാണ് പറയുന്നത്. ആദ്യ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ടൈപ്പുകളാണ് ഈ പറയുന്നത്. ക്വസ്റ്റ്യൻസ് ആണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല കേട്ടോ, ക്വസ്റ്റ്യൻസ് ടൈപ്പുകൾ. ഒന്നാമത്തെ ടൈപ്പ്, ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഒന്ന് വേർതിരിച്ച് പറയാനാണ് ഡിസ്റ്റിങ്ക്യൂഷ്. രണ്ടും ശരിക്കും മനസ്സിലായി. ഇങ്ങനെ ഡിസ്റ്റിങ്ക്യൂഷ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എഴുതേണ്ടത് എന്താ അറിയോ? രണ്ടിൻ്റെയും ഡെഫിനിഷനാണ് എഴുതുക. ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡെഫിനിഷൻ അങ്ങോട്ട് എഴുതുക. ഡിസ്റ്റൻസ് ഈസ് ദ പാത്ത് ലെങ്ത്, ഡിസ്റ്റൻസ് ഈസ് ദ പാത്ത് ലെങ്ത്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് നോക്കൂ, ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് ഗുണനായോ. ഇത് ഡൽഹി എയർപോർട്ടാണ്. ഡൽഹി എയർപോർട്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നിങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങോട്ട് പറന്ന് പൊങ്ങി നേരെ ഡൽഹിയിലാണ് ചെന്നിറങ്ങിയെന്ന് വിചാരിക്കാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ ഡൽഹി. നെടുമ്പാശ്ശേരി ഒന്ന് ഇങ്ങോട്ട് മാറ്റിക്കോട്ടെ, സോറി. നേരെ സ്ട്രെയിറ്റ് ലൈൻ. എത്ര ദൂരം സഞ്ചരിച്ചു? ഇപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു? സ്ട്രെയിറ്റ് ലൈനായിട്ട് സഞ്ചരിച്ചു. എത്ര? ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. ഓർക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ആ വാക്കാണ് ഓർക്കുക.
വാക്കിലൂടെ ഓർക്കുക, വാക്കിലൂടെ ഓർക്കുക, ചിത്രത്തിലൂടെ ഓർക്കുക, ശബ്ദത്തിലൂടെ ഓർക്കുക, വാക്കിലൂടെ ഓർക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. സാധാരണ ഇങ്ങനെയാണോ ഫ്ലൈറ്റ് പോവുക? ഇങ്ങനെയൊന്നല്ല ഫ്ലൈറ്റ് പോവുക. കാരണം നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ് നേരിട്ട് ഡൽഹി ഫ്ലൈറ്റ് ഉണ്ട്. പക്ഷെ മിക്കവാറും ഫ്ലൈറ്റുകളൊക്കെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബോംബെയിൽ പോയി. മുംബൈ എന്നാണ് പറയാം. ഇതിന് നമുക്ക് സി എന്ന് പറയാം. മുംബൈ പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഡൽഹിയിൽ പോവുക. ഇങ്ങനെ പോവുക. ചില ഫ്ലൈറ്റുകൾ ഇവിടെ നിന്ന് ചെന്നൈയിൽ പോകും. ചെന്നൈ അത്രയായിട്ട് പോകണ്ട. ചെന്നൈ ഇവിടെ ഡി. അല്ലെങ്കിൽ ഇതെവിടെ ഹൈദരാബാദ് ഇങ്ങനെ പോകുന്ന ഫ്ലൈറ്റുകളുണ്ട്. ചെന്നൈയിൽ പോയി, ഹൈദരാബാദ് പോയി, പിന്നെ അവിടുന്ന് ഡൽഹിയിലേക്ക് പോയി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ എല്ലാ പാത്തുകളും ഇങ്ങനെയാണ്. ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി വളഞ്ഞൊക്കെയാണ് പോവുക. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ റോഡൊക്കെ നോക്കൂ. റോഡൊക്കെ സ്ട്രെയിറ്റ് ആയി പോവുകയാണെങ്കിൽ നല്ല സുഖമല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് തൃശ്ശൂർക്ക് നേരെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പം. നേരെ പോകണം എന്ന് ആഗ്രഹമില്ലായിട്ടല്ല, പോകണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ പോകാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഏതിലൂടെയാണോ പോകുന്നത് അതിനെയാണ് എന്ത് പറയുക? ഡിസ്റ്റൻസ് എന്ന് പറയുക. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത്. ഈ ദൂരത്തെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുക. ഈ ദൂരത്തെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. പാത്ത് ലെങ്ത്, ഡിസ്റ്റൻസ്. സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുമ്പോഴെന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഇതാണ് രണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനിഷനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കണം കേട്ടോ. ഡെഫിനിഷനൊക്കെ എഴുതിയുണ്ട്. എന്താണ് ഡെഫിനിഷൻ എഴുതണ്ട. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു. സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസും പാത്ത് ലെങ്ത്തും. കമ്പയർ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും കൂടി ഒന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള സിമിലാരിറ്റീസും വേണം, ഡിസിമിലാരിറ്റീസും വേണം. അവ തമ്മിലുള്ള എന്തെങ്കിലും സാമ്യമുണ്ടോ അല്ലെങ്കിൽ വൈജാത്യമുണ്ടോ, ഇത് രണ്ടും കൂടി പറയുന്നു. സോ ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ, അതായത് കമ്പയർ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്, ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നല്ല സാധ്യത ഉണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ഡിസ്റ്റൻസ് ഇവിടെ എഴുതും, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എഴുതും. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ എഴുതി. എന്നിട്ട് നമ്മൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സിമിലാരിറ്റി എഴുതുക. സിമിലാരിറ്റി എന്താ എഴുതോ? യൂണിറ്റ്, രണ്ടിൻ്റെയും യൂണിറ്റ് മീറ്റർ ആണ്. ഇതിൻ്റെയും യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. രണ്ടും ലെങ്ത് അല്ലേ? രണ്ടും ലെങ്ത് ആവുമ്പോൾ മീറ്റർ അല്ലേ? ഡയമെൻഷൻ നോക്കൂ. ഡയമെൻഷൻ എൽ ആണ്. ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഇതിൻ്റെ ഡയമെൻഷൻ എൽ ആണ്. സോ ഇതാണ് അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്. സോ ഈ സിമിലാരിറ്റീസ് നിങ്ങൾ ഓർത്ത് വെക്കണം ഇവിടെ നിന്ന്. ഇനി നമുക്ക് ഡിസിമിലാരിറ്റീസ് ഒന്ന് നോക്കാം. അതായത് അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. നോക്കൂ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളഞ്ഞു പോകുന്ന. ഇറ്റ് ഈസ് എ സ്കാലാർ. വളഞ്ഞു പോകുന്നതിന് പല ഡയറക്ഷൻ ഇല്ലേ? പല ഡയറക്ഷൻ ഉള്ളവരെയാണ് ഡയറക്ഷൻ ഇല്ലാത്തവർ എന്ന് പറയാ. ഡയറക്ഷൻ ഇല്ലാത്തവരെ പറയുന്ന പേരെന്താണ്? സ്കാലാർ. സ്കാലാർ ഈസ് എ physical quantity having only magnitude. ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഉണ്ട്, ദിശയുണ്ട്. സോ അതുകൊണ്ട് അതെന്താണ്? ദാറ്റ് ഈസ് എ വെക്റ്റർ. സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ, ഡിസ്റ്റൻസ് ഈസ് എ സ്കാലാർ. വീണ്ടും ശ്രദ്ധിക്കൂ, ഈ ഡിസ്റ്റൻസ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ആൾവേസ് പോസിറ്റീവ്. ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. കാരണം നമുക്ക് ഒരു മൂവിങ് ബോഡി അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി അതിന് സഞ്ചരിച്ച ദൂരം ഇങ്ങനെ കൂടി വരില്ലേ ഉള്ളൂ. സഞ്ചരിക്കാൻ തുടങ്ങിയോ? റെസ്റ്റ് അല്ല. മൂവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്റ്റൻസ് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ, 5 മീറ്റർ, 6 മീറ്റർ, കൂടി. ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. അതാണ് അതിൻ്റെ പ്രത്യേകത.
ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, ഇവിടെ നിന്ന് തുടങ്ങി, ഇവിടെ എത്തി ബി, ഇവിടെ എത്തി, ഇതാ ഇത്രയും ദൂരം സഞ്ചരിച്ചു. ഇപ്പം ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവാണ്. ഇനി ഇവിടെ നിന്ന് ഇത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു, അതായത് അങ്ങോട്ട് പോയ അതേപോലെ ഇങ്ങോട്ട് വന്ന് അത് എയിൽ തന്നെ എത്തിയാലോ? എയിൽ നിന്ന് പോയി ബിയിലെത്തി, ബിയിൽ നിന്ന് പോയി എ തന്നെ എത്തി, അതിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്തായി? സീറോ ആയിപ്പോയി. ഒരുപാട് യാത്ര ചെയ്തു പുള്ളി ഒരുപാട് യാത്ര ചെയ്ത് മുന്നോട്ടൊക്കെ പോയി. പക്ഷെ തിരിച്ചവിടെ വരാൻ ആര് പറഞ്ഞു നിന്നോട് തിരിച്ചവിടെ വരാൻ? നീ സഞ്ചരിച്ചുകൊണ്ട് ഒരു കാര്യമില്ലേ കുട്ടാ, നിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായി? സീറോ ആയിപ്പോയി. നോക്കൂ, നമ്മുടെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. കുറേ കറങ്ങി ക്ഷീണിച്ചു വന്നാൽ മൂപ്പരോട് നമ്മൾ പറയും നിന്റെ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിപ്പോയി. നീ എന്തിനാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന്? നിന്റെ ഡയറക്ഷൻ നീ ശ്രദ്ധിക്കണമായിരുന്നു. നോക്കൂ, നമ്മളുടെ ഡയറക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ആകെ ചെയ്യുന്നത് സീറോ ആയിപ്പോകും. അത് പഠനത്തിലും അങ്ങനെയാണ്. പഠനത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങോട്ട് ചെയ്തു, ഇങ്ങോട്ട് ചെയ്തു, അവസാനം എന്താ ചെയ്തതെന്ന് നോക്കുമ്പോൾ നമുക്കൊന്നും അറിയില്ല. അങ്ങനെ ചെയ്യരുത്. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ ഭാവിക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സ്വപ്നങ്ങൾക്കുമൊക്കെ ഗുണപ്രദമാവുന്ന രീതിയിൽ ചെറുതായി ചെയ്താൽ മതി. എബ്രഹാം ലിങ്കൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര പതുക്കെ നീങ്ങിയതുകൊണ്ടും കുഴപ്പമില്ല. നിങ്ങൾ എത്ര പതുക്കെ, ഹവർ സ്മാൾ മേ ബി യുവർ സ്പീഡ്, ബട്ട് യു ഷുഡ് മൂവ് ഇൻ എ സിംഗിൾ ഡിറക്ഷൻ. നിങ്ങൾ എത്ര പതുക്കെ നീങ്ങിയോണ്ടും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ഒരേ ദിശയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കണം. ഇന്ന് കുറച്ചേ നീങ്ങാൻ പറ്റുള്ളൂ, കുഴപ്പമില്ല, നാളെ അതും കൂടി കോമ്പൻസേറ്റ് ചെയ്താൽ മതി. ഇന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ എണീറ്റ വഴിക്ക് ഞാൻ ഇന്നത്തെയും കൂടി നാളെ കോമ്പൻസേറ്റ് ചെയ്യും. നാളെ എണീറ്റ വഴിക്ക് 1 മണിക്കൂർ പഠിച്ചിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ തുടങ്ങുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ മുമ്പ് ഞാൻ ഇത്ര പഠിച്ചിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്യൂ. ലഞ്ചിൻ്റെ മുമ്പ് എനിക്ക് ഇത്രയും തീർക്കണം. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാനിത് തീർത്തേ അടങ്ങൂ. സോ പ്ലാനിങ് ആണ് ഏറ്റവും വലിയ പ്ലാൻ വേണമെന്നൊന്നല്ല ഞാൻ പറയുന്നത്. ചെറിയ പ്ലാൻ ആയാൽ മതി, ചെറിയ പ്ലാൻ എടുത്തോളൂ. പക്ഷെ എന്നാലും ആ പ്ലാനിങ്ങിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് അവരുടെ ഡിഫറൻസ്. ഇത് ആൾവേസ് പോസിറ്റീവാണ്, ഇത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ഡിസ്റ്റൻസ് വലിയ വാല്യൂ കിട്ടും, 3 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നൊക്കെ കിട്ടും. ആ സമയത്ത് ചിലപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡും വെലോസിറ്റിയും പറയും. അപ്പോഴും നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, ഈ ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. പല പ്രാവശ്യം ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും ഡിസ്പ്ലേസ്മെന്റിനേക്കാൾ ഈക്വലോ കൂടുതലോ അതായിരിക്കും, കുറയില്ല. ഡിസ്റ്റൻസ് ഒരിക്കലും കുറയില്ല. അതെന്താ അതിൻ്റെ അർത്ഥം? എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പോകാൻ പറ്റുന്നത് ഇതാണ്. സ്ട്രെയിറ്റ് ലൈൻ മോഷൻ നടത്തുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒന്നാണ്. അതിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അറ്റ് വാട്ട് കണ്ടീഷൻ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്? ഏത് കണ്ടീഷനിലാണ് ഡിസ്റ്റൻസും, അതായത് പാത്ത് ലെങ്ത്തും ഡിസ്പ്ലേസ്മെന്റ് വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ വളച്ചിട്ടും തിരിച്ചിട്ടും മറച്ചിട്ടും ഒന്നും കൊണ്ടുപോയില്ല. നേരെ ഇവിടുന്ന് എടുത്തിട്ട് അങ്ങോട്ട് വെക്കുക, നേരെ വെക്കുക. ഡിസ്പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം എന്താ? നേരെ മാറ്റി വെക്കുക. സോ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവുക എപ്പോഴാണ്? സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ്, വൺ ഡയമെൻഷണൽ മോഷനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ് നമ്മൾ പഠിക്കുന്നത്. ആ മോഷനിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. 1 ഡയമെൻഷനിൽ സെയിം ആയിരിക്കില്ല, 1 ഡയറക്ഷനിൽ.
കാരണം ഈ 1 ഡയമെൻഷനിൽ മുന്നോട്ടും പിന്നോട്ടും ഉണ്ടാവും. ഇപ്പോൾ എയിൽ നിന്ന് ബിയിൽ പോയി തിരിച്ചു വന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, പക്ഷെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ 1 ഡയമെൻഷനിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, 1 ഡിറക്ഷണൽ, അതായത് യൂണി ഡിറക്ഷണൽ മോഷനിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഒന്നായിരിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം വന്നത് അറ്റ് വാട്ട് കണ്ടീഷൻ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ യൂണി ഡിറക്ഷണൽ മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയണ്ട, യൂണി ഡയറക്ഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇതാണ് ആദ്യ ഭാഗത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വരാൻ നല്ല സാധ്യത ഉണ്ട്. കമ്പയർ ചെയ്യാൻ, 2 സിമിലാരിറ്റി എഴുതാൻ ചോദിക്കും, 2 വ്യത്യാസം എഴുതാൻ ചോദിക്കും, അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ ചോദിക്കും. ചോദ്യത്തിന് നല്ല സാധ്യത ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സാറ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും നല്ല സാധ്യത ഉണ്ട്, ഉറപ്പാണ്, 100% ഉറപ്പ്. ഇതൊക്കെ വരുമോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. വിശ്വാസം അതല്ലേ അല്ല. ഒരുപാട് കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ 30 കൊല്ലമൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ വിശ്വസിക്കുക, അത് നന്നായി പഠിക്കുക, ഫോക്കസ് ഏരിയ നന്നായി പഠിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം. ഒരു പരസ്യവാചകമാണല്ലോ അത്. ഏത് പ്രോഡക്റ്റിൻ്റെ പരസ്യവാചകം, ഏത് കമ്പനിയുടെ, ഏത് സ്ഥാപനത്തിൻ്റെ പരസ്യവാചക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെറുതെ ഓട്ടിയതുള്ളൂ. ചിന്തകൾ നടക്കട്ടെ, ചിന്തകൾ പറക്കട്ടെ, ചിന്തകൾ പല പല രീതിയിലേക്ക് പോകട്ടെ. എല്ലാത്തിനെ കുറിച്ചും ചിന്തിക്കണം. ഒരു യാത്ര പോകുമ്പോൾ, തിരുവനന്തപുരത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്ത് പോകുമ്പോൾ വഴിയിൽ കാണുന്നതൊക്കെ ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഒരു താല്പര്യം കാണിക്കണം, എല്ലാത്തിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക. അതാണ് മിടുക്കന്മാരുടെ ലക്ഷണം, അതാണ് ടോപ്പേഴ്സിൻ്റെ ലക്ഷണം. ടോപ്പേഴ്സ് എല്ലാത്തിലും ഒരു ക്യൂരിയോസിറ്റി കാണിക്കും. ക്യൂരിയോസിറ്റി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞു, ഇത് കമ്പയർ ചെയ്തു, അതിൻ്റെ സിമിലാരിറ്റീസ് പറഞ്ഞു, അതിൻ്റെ ഡിസിമിലാരിറ്റീസ് പറഞ്ഞു. ഇവിടെ നിന്ന് ഒരു പ്രോബ്ലം സാധ്യതയുണ്ട്. പ്രോബ്ലം ഏരിയ, എപ്പോഴും നമ്മൾ പറയും പ്രോബ്ലം ഏരിയ. ഒരു പ്രോബ്ലത്തിന് സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. അത് നമുക്കൊന്ന് പിടിക്കാം, അത് വിട്ട് കളയരുത്. എന്താണ്, എങ്ങനെയാണ് അവിടെ നിന്ന് വരുന്ന പ്രോബ്ലം? നോക്കൂ, ഞാനൊരു പ്രോബ്ലം എഴുതിയിട്ട് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയാണ് ചോദ്യം. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് അല്ലേ സാർ ഞങ്ങളിപ്പോൾ പഠിച്ചിട്ടുള്ളൂ, അത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കും. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ ആണ് കേട്ടോ. ശരി, ഒരു സർക്കുലാർ മോഷനിലെ എയിൽ നിന്ന് തുടങ്ങുകയാണ്. എയിൽ നിന്ന് തുടങ്ങി ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ടു, ഇത് സി എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ടു, ഇത് ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഇട്ടു. സോ എ ബി സി എന്ന് പറഞ്ഞ പോയിന്റ്. എന്തിനാ സാർ പോയിന്റ് ഇട്ട്? അല്ല, ചോദ്യത്തിന്റെ ബാക്കി കേട്ടാൽ, ഇഫ് ദ ബോഡി കംപ്ലീറ്റ്സ് 90 ഡിഗ്രി, 180 ഡിഗ്രി, 270 ഡിഗ്രി, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എയിൽ നിന്ന് തുടങ്ങിയ ബോഡി 90 ഡിഗ്രി ഇവിടെ. സോ അപ്പോ സെന്റർ ഇതാണ്, റേഡിയസ് R ആണെന്ന് വിചാരിച്ചോളൂ. 90 ഡിഗ്രി, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 90 ഡിഗ്രി ആയപ്പോൾ എത്രയാണ് ഡിസ്റ്റൻസ്, എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? വെറുതെ പെട്ടെന്ന് എഴുതാ, ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, നോക്കൂ, എയിൽ നിന്ന് ഫുൾ കറക്കം കറങ്ങി വന്നാൽ 2πr ദൂരം സഞ്ചരിക്കും. 2πr ഇതാണ് ഇപ്പൊ സഞ്ചരിച്ച ദൂരം. ഇത്ര മാത്രമേ. ഇത് കംപ്ലീറ്റ് 2πr ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 2πrന്റെ 4/1 എത്രയായിരിക്കും? സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2πr ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു πr/2. കാൽ വട്ടം സഞ്ചരിക്കുമ്പോൾ, ക്വാർട്ടർ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 2πr/4, 4/1 πr/2. ഇനി ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് ഇതാണ് സ്ട്രെയിറ്റ് ലൈൻ. എയിൽ നിന്ന്, എ ഇസ് ദ ഇനീഷ്യൽ പോയിന്റ്, ബി ഇസ് ദ ഫൈനൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ് എന്ന ഫൈനൽ പോയിന്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയത് കണ്ടുപിടിക്കുക? ഒരു പ്രശ്നമില്ല. ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. സോ വി ഹാവ് പൈത്തഗോറസ് തിയറം. ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്യുക. ഈ ഡിസ്റ്റൻസും 6 ആണ്,
എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എ ബി? ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഫോർമുല എ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് എ ബി ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ അല്ല, നമുക്ക് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ. ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ 2r സ്ക്വയർ. 2r സ്ക്വയറിന്റെ റൂട്ട് ഓഫ് 2r സ്ക്വയർ ഈസ് ഈക്വൽ ടു √2r. സോ കാൽ റൊട്ടേഷൻ കഴിയുമ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിച്ചു. ഞാനൊന്ന് വേഗത്തിൽ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. സോ 1 90 ഡിഗ്രി, 2 180 ഡിഗ്രി. 180 ഡിഗ്രിയുടെ ഡിസ്റ്റൻസ്. അയ്യോ, ഇനി ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട സാർ, ഇനി ഇതൊക്കെ വളരെ പെട്ടെന്ന് അറിയാം സാർ. കാൽ റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ πr/2 ആയിരുന്നു. കാൽ റൊട്ടേഷൻ കഴിഞ്ഞപ്പോൾ πr/2. അപ്പൊ ഈ ദൂരവും എന്താണ്? πr/2. πr/2 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 πr ഈസ് ഈക്വൽ ടു πr അല്ലേ? 2πr ആണ് ഇത് മുഴുവൻ. 2πr ആണ് ഇത് മുഴുവൻ. അപ്പൊ ഇവിടുന്ന് മുതൽ സി വരെ എന്തായിരിക്കും? 180 ഡിഗ്രി. 180 90 90 180. ഇത് 90, ഇത് എത്രയാണ്? 180. സോ 180 എന്ന് പറയുമ്പോൾ ഇവിടെ എത്തും. അപ്പൊ എത്രയാണ്? πr/2 ഈസ് ഈക്വൽ ടു πr. ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എയിൽ നിന്ന് തുടങ്ങി സിയിൽ വന്ന് നിൽക്കുന്നു. എയിൽ നിന്ന് തുടങ്ങി സിയിൽ നിന്ന് നിൽക്കുന്നു. ഇനീഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ്, ഇനീഷ്യൽ പോയിന്റ്, ഫൈനൽ പോയിന്റ്, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അതാണല്ലോ ഡെഫിനിഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഫൈനൽ പോയിന്റ്. സാർ വളരെ ഈസി അല്ലേ? ഇത് 6, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരവും 6. r പ്ലസ് ആർ എത്രയാണ്? 2r അല്ലേ? r പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 2r. സിമ്പിൾ, വെരി സിമ്പിൾ. മൂന്നാമത്തെ എത്ര ഡിഗ്രി തിരിഞ്ഞു? 270 ഡിഗ്രി തിരിഞ്ഞു. 270 ഡിഗ്രി 90 180 270. ഇവിടെ വന്ന് കണ്ട 270 ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 270. So now your body is at D. The body has started from A to D. 270 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? A to D എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്റ്റൻസ്. ആദ്യം ഡിസ്റ്റൻസ് കാണാം. πr/2 ഇത് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നു. πr/2. വീണ്ടും ഒരു πr/2, വീണ്ടും ഒരു πr/2, 3 πr/2. സോ 3 πr/2. ഓക്കെ, 3 πr/2. 3/2 πr അങ്ങനെയല്ലേ നമ്മൾ പറയാം, നല്ല സ്റ്റൈലായിട്ട്. 3/2 πr. ഡിസ്പ്ലേസ്മെന്റോ? സോ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇത് അങ്ങനെ ഇനീഷ്യൽ പോയിന്റ് ഇതാണ്, ഫൈനൽ പോയിന്റ് ഇതാണ്. അപ്പോൾ ഇത് തമ്മിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. AD ആണ് സോ ഡിസ്റ്റൻസ് ഒരുപാടുണ്ട്, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് ഇത്രയും തന്നെ ഉള്ളൂ. ഇത് തന്നെയാണ് ഈ ദൂരം. r നേരത്തെ വന്നപ്പോൾ ഇവിടെ എത്ര കിട്ടിയ? √2r. r വന്നപ്പോൾ √2r. സോ ഇവിടെ എന്ത് തന്നെയാണ്? √2r. നോക്കൂ, 90 ഡിഗ്രി തിരിഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് √2r, 270 ഡിഗ്രി തിരിഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് √2r. ഡിസ്പ്ലേസ്മെന്റ് നല്ലോണം ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, എല്ലായിടത്തും പറയുന്ന ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിന് ഒന്നുകിൽ ഈ ക്വസ്റ്റ്യൻ്റെ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ വരിക എന്നറിയോ? അതും കൂടി ഒന്ന് പറയട്ടെ. ഇതിപ്പോൾ സർക്കുലാർ മോഷനിലാണ്. ഇനി സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. നോക്കൂ, എ കാർ ട്രാവൽസ് 120 kilometers ഫ്രം A to B. എ എന്ന് പറഞ്ഞ പോയിന്റ്, ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഇവർ തമ്മിലുള്ള ദൂരം എത്രയാണ്? 120 kilometer. 120 kilometer. A car travels 120 kilometer from A to B, then it returns along the same path. ഇവിടെ നിന്ന് നേരെ അതേ പാത്ത് കൂടെ ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു. എത്ര സഞ്ചരിച്ചു? 80 kilometers. 80. ഇവിടുന്ന്
120 കിലോമീറ്റർ അങ്ങോട്ട് പോയി, എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു 80 കിലോമീറ്റർ. അതായത് ഈ ദൂരം 80 കിലോമീറ്റർ. ഇതിന് നമുക്ക് സി. ഇവിടെ വന്ന് കാർ നിന്നു. കാർ എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് തിരിച്ച് സിയിൽ വന്നു. നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ കുറ്റിപ്പുറത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയി, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കുറ്റിപ്പുറത്ത് നിന്ന് തൃശ്ശൂർക്ക് പോയി, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കുന്നംകുളത്ത് വന്നു. ഈ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എത്രേ? ഡിസ്റ്റൻസ് എത്രേ? ഡിസ്റ്റൻസ് ഒരു പ്രശ്നമില്ല. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാർ? ഞാൻ ചുരുക്കി എഴുതുന്നുള്ളൂ. ഡിസ്റ്റൻസ് എഴുതി. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആകെ സഞ്ചരിച്ച ദൂരം 120 അങ്ങോട്ട്, 120 അങ്ങോട്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് 80. സാർ അവിടെ നിന്ന് അങ്ങോട്ട് 120ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 80ഉം. അപ്പം അത് ഒന്ന് നെഗറ്റീവ് എടുക്കണം. ഡിസ്റ്റൻസ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസിന് സൈൻ ഇല്ല. ഡിസ്റ്റൻസ് ഈസ് ആൾവേസ് പോസിറ്റീവ്. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഡിസ്റ്റൻസ് എന്താണ്? പോസിറ്റീവ്. 120ഉം 80ഉം കൂടി എത്രയായി? 200 കിലോമീറ്റർ അയാൾ സഞ്ചരിച്ചു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ച ദൂരം. സഞ്ചരിച്ച ദൂരം അതെപ്പോഴും കൂട്ടുകയാണ് ചെയ്യുക, അതിൽ കുറയ്ക്കാനൊന്നുമില്ല. ഡിസ്പ്ലേസ്മെന്റോ? ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ. ഡിസ്പ്ലേസ്മെന്റ് ഈസ് എ വെക്റ്റർ. അപ്പോൾ വലത്തോട്ട് നമുക്ക് പോസിറ്റീവായി എടുക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ കേട്ടോ, അത് നമ്മുടെ കൺവെൻഷനാണ്, സൈൻ കൺവെൻഷൻ എന്നാണ്. റൈറ്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എടുത്താൽ ലെഫ്റ്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് നെഗറ്റീവ് എടുക്കുക. സാധാരണ നമ്മൾ അങ്ങനെ എടുക്കുക. തിരിച്ചെടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. സോ 120 അയാളുടെ ആകെ ഡിസ്പ്ലേസ്മെന്റ് കൂട്ടാണ്, പ്ലസ് അത് വലത്തോട്ട് തിരിച്ച് 80 ഉണ്ട്. തിരിച്ച് 80 ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് എടുക്കണം. തിരിച്ച് ഇടത്തോട്ട്, സോ -80. ദിസ് ഈസ് ഈക്വൽ ടു 120 80 കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 40 പ്ലസ് 40. എന്താ ഈ പ്ലസ് 40 എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം നിന്നിടത്ത് നിന്ന് വലത്തോട്ട്, പോസിറ്റീവ് വലത്തോട്ടാണല്ലോ, വലത്തോട്ട് 40 കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്. ഈ ദൂരം 40 കിലോമീറ്റർ. ഇതാണ് അയാൾക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് എന്നും ഡിസ്പ്ലേസ്മെന്റ് എന്നും ഈ പ്രോബ്ലം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്പീഡ് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് അടുത്ത ടോപ്പിക് വരുന്നുണ്ട്. അവിടെ സ്പീഡും വെലോസിറ്റിയും കാണാനും ചോദിക്കും. സ്പീഡും വെലോസിറ്റിയും കാണുമ്പോൾ നിങ്ങൾക്ക് ഇതേമാതിരി ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണേണ്ടി വരും. കാരണം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സോ ഇത്തരം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണുന്നത് ഒന്ന് തറവാക്കി വെച്ചോളൂ. ഇവിടെയും ഗുണമുണ്ട്, അടുത്ത ടോപ്പിക്കിലും ഗുണമുണ്ട്. നോക്കൂ, നമുക്ക് രണ്ടാമത്തെ ഫോക്കസ് ഏരിയ പോയിന്റ്സിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ നോക്കൂ, അത് ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് എന്നാണ്. ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ്. ഈ ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ് എന്നത് എപ്പോഴാണ് വരിക എന്നൊന്ന് ശ്രദ്ധിക്കണം. നോക്കൂ, സാധാരണഗതിയിൽ ഒരു ബോഡിയുടെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ്. റെസ്റ്റ്, മോഷൻ. ഒന്നുകിൽ ഒരു ബോഡി റെസ്റ്റിലായിരിക്കും, വെറുതെ അവിടെ അനങ്ങാതെ ഇരിക്കുക, വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതിനെയാണ് എന്ത് പറയുക? റെസ്റ്റ്. അപ്പോൾ റെസ്റ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന, അനങ്ങാതിരിക്കുന്ന ഒരു വസ്തുവിനെ മനസ്സിൽ കാണാം. അത് കഴിഞ്ഞ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ആയ ഒരു വസ്തുവിനെ നമ്മൾ മനസ്സിൽ കാണുക. മൂവിങ് ആയ, ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണല്ലോ പഠിക്കുന്നത്, അത് നേർരേഖയിലുള്ളതാണല്ലോ പഠിക്കുന്നത്. അപ്പം നേർരേഖയിൽ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ നമ്മൾ കാണാം. പക്ഷേ എല്ലാ മോഷനും ഒരേപോലെയല്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഒച്ച എഴഞ്ഞ് പോകുന്നതിനെ മനസ്സിൽ കാണുക. അത് കഴിഞ്ഞ് ഒരു നായ്ക്കുട്ടിയോ ഒരു പശുക്കുട്ടിയോ ഓടുന്നത് നമ്മൾ കാണുക. അതിങ്ങനെ എന്ത് സ്പീഡിലാണ് ഓടുന്നത് നമ്മൾ കാണുക. അത് കഴിഞ്ഞൊരു കാറോ ബൈക്കോ ചീറിപ്പായുന്നത് നമ്മൾ കാണുക. അത് കഴിഞ്ഞൊരു ബുള്ളറ്റ് പോകുന്നത്, ഒരു വെടിയുണ്ട പായുന്നത് നമ്മൾ കാണുക. ഇതൊക്കെ ഓരോ തരത്തിലാണ്, ഇതെല്ലാം ഒന്നല്ല. അവിടെയാണ് നമ്മൾ അടുത്ത ടേം സ്പീഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ സ്പീഡ് വേറെയാണ്. വളരെ സ്പീഡ് കുറവാണ്, കുറച്ചും കൂടി സ്പീഡുണ്ട്, നല്ല സ്പീഡാണ്. സോ സ്പീഡ് എന്ന് പറഞ്ഞ ടേം അവിടെയാണ് വരുന്നത്. അപ്പോൾ മോഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്പീഡ് വരും.
സ്പീഡ് വരാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു വസ്തുവിനെ കുറിച്ച് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ, ഒരേ സ്പീഡിൽ പോകുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഒരേ സ്പീഡിൽ ഇങ്ങനെ പോവുക, ഒരേ സ്പീഡിൽ ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ കാണുക ഒരു ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ കറങ്ങുന്നത് നോക്കൂ. ഇങ്ങനെ ചാടി 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 പോകുന്ന സൂചിയല്ല കേട്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു സൂചി ഇങ്ങനെ മനസ്സിൽ കണ്ടു നോക്കൂ. സൂചി ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരേ സ്പീഡ്, അതാണ് യൂണിഫോം സ്പീഡ്. അല്ലേ വേണ്ട, നമ്മൾ ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്കലേറ്ററിൽ കയറി നിൽക്കും. എസ്കലേറ്ററിൽ അങ്ങോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരേ സ്പീഡിൽ, കാരണം സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. സാർ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലേ, അപ്പോൾ ക്ലോക്കിൻ്റെ സൂചി എന്ന് പറഞ്ഞാൽ അത് സർക്കുലാർ മോഷൻ അല്ലേ, വേണ്ട നമുക്ക് എസ്കലേറ്റർ മതി. അപ്പോൾ ഈ മോഷൻ, ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴൊക്കെ ഏത് മോഷൻ വരുമ്പോഴും നിങ്ങളൊരു എക്സാമ്പിൾ മനസ്സിൽ കാണണം. അതായത് അത് ലൈഫുമായി റിലേറ്റ് ചെയ്യണം. ലൈഫുമായി റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കൺസെപ്റ്റ് ക്ലിയർ ആവും. കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ഫിസിക്സ് ലൈഫുമായി ബന്ധിപ്പിക്കുക. ലൈഫുമായി, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുമായി, സുഹൃത്തുക്കളുടെ പേരുമായി, സുഹൃത്തുക്കളുടെ സ്വഭാവവുമായി ബന്ധിപ്പിക്കാൻ പറ്റില്ലെങ്കിലും ബന്ധിപ്പിക്കുക. അപ്പോൾ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കും. എപ്പോഴും നിങ്ങളത് ഓർക്കും. അതുകൊണ്ട് റെസ്റ്റ് ഒരു പ്രശ്നമില്ല, അനങ്ങാതെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ റെസ്റ്റില്ല. മോഷൻ തന്നെ രണ്ട് തരത്തിലാണ് മോഷൻ. ഒന്ന് യൂണിഫോം മോഷൻ, അടുത്തത് നോൺ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ ഒരേ വെലോസിറ്റി, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ വെലോസിറ്റി, മറ്റു മോഷൻ ആണെങ്കിൽ സ്പീഡ് ഒരേപോലെ പോകുന്നതിനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയാം. എന്നാൽ ഒരേപോലെ അല്ലാതെ ഒരേപോലെ പോകുന്ന മോഷൻ ഒരു ഇക്വേഷൻ ഉണ്ട്, S = VT. ഇതാണ് ആ ഇക്വേഷൻ. ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. കാരണം ഒരേപോലെ മൂവ് ചെയ്യുന്ന യൂണിഫോം മോഷനാണ് നടത്തുന്നതെങ്കിൽ ഒരു വെലോസിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സ്പീഡേ ഉള്ളൂ. ഇവിടെ സ്പീഡും വെലോസിറ്റി നമ്മൾ മാറ്റി മാറ്റി പറയും, പക്ഷെ അത് നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറയും. S = V. ഒരു സ്പീഡേ ഉള്ളൂ, ഒരു വെലോസിറ്റി ഉള്ളൂ. ദൂരം, സമയം, വേഗത. ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദൂരം = വേഗത ഇൻറ്റു സമയം. ദിസ് ഈസ് ദ ഫണ്ടമെന്റൽ ഫോർമുല. ഈ ഫോർമുലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അടുത്ത ടോപ്പിക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിസ്സാരമായി, പല കുട്ടികളും ഈ ഫോർമുല നിസ്സാരമാക്കി കളയും. ഇതിൽ പ്രോബ്ലം ഒന്നും വരുന്നില്ലല്ലോ, പക്ഷെ ഇതാണ് നിങ്ങളുടെ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഫോർമുല. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഒരേ വേഗതയിൽ പോവുകയാണെങ്കിൽ ഈക്വേഷൻ, ഒരേ വേഗതയിലല്ലെങ്കിൽ നമുക്ക് ആവറേജ് വെലോസിറ്റി പറയേണ്ടി വരും. ഒരേ വേഗതയിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അവിടെ യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി. നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയാം, യൂണിഫോം സ്പീഡ്. അപ്പോൾ സ്പീഡിൻ്റെ ഡെഫിനിഷൻ, സ്പീഡ് = ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് കവേർഡ് ഡിവൈഡഡ് ബൈ ടൈം. വീണ്ടും ശ്രദ്ധിക്കൂ, സ്പീഡും വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു മൂവ് ചെയ്യുന്ന വസ്തുവിൻ്റെ മൂവ്മെൻറ്റിൻ്റെ രീതി പറയാനാണ്. എങ്ങനെയുണ്ട് അവരുടെ മൂവ്മെൻറ്റ്, അതായത് പതുക്കെയാണോ, കുറച്ചും കൂടിയാണോ, ഒച്ചാണോ, മുയലാണോ, ബുള്ളറ്റാണോ, ചീറിപ്പായുന്ന ബൈക്കാണോ, അത് പറയാനാണ് സ്പീഡ്, വെലോസിറ്റി എന്ന് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്. നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസ് സ്കാലാർ ആണ്, സ്കാലാർ ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ വേഗത കിട്ടും. സ്കാലാർ ക്വാണ്ടിറ്റി ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സ്പീഡ് എന്ന് പറയും. ഡയറക്ഷൻ ഒന്നും നോക്കുന്നില്ല സാർ, ഞങ്ങൾക്ക് ഡയറക്ഷൻ ഒന്നും നോക്കാൻ നേരില്ല, ഞങ്ങൾ അതിൻ്റെ മോഷൻ മാത്രമേ നോക്കുന്നില്ല, തിരിഞ്ഞോണ്ടും മറിഞ്ഞോണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്തോട്ടെ, അപ്പോൾ സ്പീഡ് പറയും. പല ഡയറക്ഷനിൽ കറങ്ങുന്ന ആളുടെ വേഗതയെക്കുറിച്ച് പറയുമ്പോൾ സ്പീഡ് പറയും.
ഒരേ ഡയറക്ഷനിൽ മാത്രം, ദിശ ഞാൻ മാറില്ല, സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ, വൺ ഡയമെൻഷനിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുടെ വേഗതയെക്കുറിച്ച് പറയുന്നത് എന്താണ്? വെലോസിറ്റി. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും വേഗതയാണ്. നമ്മുടെ മലയാള ഭാഷയിൽ പറയുമ്പോൾ വേഗതയാണ്. ഒരു ഡയറക്ഷൻ മാത്രം പോകുന്ന അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകുന്ന ആളുടെ വേഗത വെലോസിറ്റി. വളഞ്ഞു പൊളഞ്ഞ് പല 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 ഡയറക്ഷനിൽ പോകുന്ന ആളുടെ വേഗതയാണ് സ്പീഡ് എന്ന് പറയുന്നത്. വീണ്ടും സ്പീഡ് ഈസ് എ സ്കാലാർ, വെലോസിറ്റി ഈസ് എ വെക്റ്റർ. സ്പീഡ് വെലോസിറ്റി, സ്പീഡ് വെലോസിറ്റി, ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്. സമയമില്ലെങ്കിൽ നമ്മളൊന്ന് പറയട്ടെ, ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് സ്പീഡ് വെലോസിറ്റി. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ്, കറണ്ട് വോൾട്ടേജ്, ഇലാസ്റ്റിക് കൊളിഷൻ, inelastic collision, conservative force, non-conservative force, transverse wave, ലോഞ്ചിറ്റ്യൂഡൽ വേവ്. നമ്മുടെ അവസാന ചാപ്റ്ററിൽ വരുന്നതാണ്. അവസാനം നോക്കി, ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. ഇനി കുറെ ആൾക്കാരുണ്ട് ഫിസിക്സിൽ. നമുക്കൊക്കെ ഒരേപോലത്തെ ആൾക്കാർ. വോൾട്ടേജ് ആൻഡ് കറണ്ട്, വോൾട്ടേജ് ആൻഡ് കറണ്ട്, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വോൾട്ടേജ് തന്നെയല്ലേ കറണ്ട്, കറണ്ട് അല്ലേ വോൾട്ടേജ് എന്നൊക്കെ തോന്നും. പക്ഷെ ഇവർ തമ്മിൽ ഫിസിക്സിൽ നല്ല വ്യത്യാസമുണ്ട്. ഈവൻ നിങ്ങൾ BSc കഴിഞ്ഞ് MSc കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് ചെന്നാൽ പോലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി? സ്പീഡും അങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? ഇത് രണ്ടും ഒന്നാണെന്നാണ് പലരും വിശ്വസിക്കുക. സ്പീഡ് തന്നെയല്ലേ വെലോസിറ്റി, വെലോസിറ്റി തന്നെയല്ലേ സ്പീഡ്. പക്ഷെ അതിൻ്റെ ഫിസിക്സ് രണ്ടും ഡിഫറെൻ്റ് ആണ്. Speed is a scalar quantity, velocity is a vector quantity, totally different. Distance is a scalar, displacement is a vector. സോ ഇതേമാതിരിയാണ് മറ്റു പലതും. ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ലിസ്റ്റ് അപൂർണമാണ്. ഈ ലിസ്റ്റിലേക്ക് ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് ഇടൂ. നമുക്കിതിൽ ഇനി ഒത്തിരി ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ടെങ്കിൽ, വർക്ക് എനർജി പവറിലൊക്കെ വരുന്നതാണ്, ഫോഴ്സിലൊക്കെ വരുന്നതാണ്. ഇതൊക്കെ ട്രാൻസ്വേഴ്സ് വേവ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അവസാന ചാപ്റ്റർ വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വരുന്നതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് സ്പീഡും വെലോസിറ്റി. ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ രണ്ടിൻ്റെ യൂണിറ്റ് ഡിസ്റ്റൻസ് ബൈ ടൈം, മീറ്റർ പെർ സെക്കൻഡ്. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല LT-1. ഇതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല LT-1. അതാണ് അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ്. ഇതാണ് അവർ തമ്മിലുള്ള സിമിലാരിറ്റി. പക്ഷേ സ്പീഡ് ഈസ് ആൾവേസ് പോസിറ്റീവ്. നേരത്തെ പറഞ്ഞാൽ അത് തന്നെയാണ് കേട്ടോ. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ സാർ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ. അപ്പോൾ ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ, കമ്പയർ ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് എവിടുന്ന്? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റിൽ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ ടോപ്പിക്കിൽ, അത് അതേപടി ഇങ്ങോട്ട് കോപ്പി അടിച്ചാൽ മതി. വീണ്ടും സ്പീഡ് ഈസ് ആൾവേസ് പോസിറ്റീവ്, velocity can be positive, negative and zero. Why? Displacement can be positive, negative and zero. നേരത്തെ പറഞ്ഞില്ലേ? അതേമാതിരി സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, സ്പീഡിൻ്റെ വാല്യൂ, വെലോസിറ്റി പോസിറ്റീവ് നെഗറ്റീവ് വരും. പക്ഷെ അതെപ്പോഴും ഇതിനേക്കാൾ കുറവായേ പറ്റുള്ളൂ. സോ ആ കമ്പാരിസൺ കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഞാനത് നോക്കട്ടെ. അപ്പോൾ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് അത് പറഞ്ഞില്ല. ആവറേജ് എന്ന വാക്ക് എപ്പോഴാണ് വരിക? ആവറേജ് എന്ന വാക്ക് വരിക, നോക്കൂ, ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ S=VT. ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നെങ്കിൽ S=VT. അത് യൂണിഫോം മോഷനിൽ. നോൺ യൂണിഫോം മോഷൻ അല്ലേ ഇപ്പം നമ്മൾ പഠിക്കാൻ പോണേ? നോൺ യൂണിഫോം മോഷനാണ് നമ്മളിപ്പോൾ പഠിക്കാൻ. യൂണിഫോം മോഷനിൽ S=VT. വേഗത മാറുകയാണെങ്കിലോ സാർ, വേഗത ഇങ്ങനെ കൂടി പോവുകയാണെങ്കിലോ സാർ, വേഗത ഇങ്ങനെ കുറഞ്ഞു പോവുകയാണെങ്കിലോ സാർ, ഉദാഹരണം കാണൂ. വേഗത ഇങ്ങനെ കൂടി ഏറ്റവും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്ന
ഇത് ഏറ്റവും നമ്മൾ റിലേറ്റ് ചെയ്യാവുന്ന എക്സാമ്പിളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഒരു ഡീസിലറേറ്റിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ടത് ഒരു കല്ല് മേലോട്ട് പോകുന്നതാണ്. ഒരു കല്ല് മേലോട്ട് എറിയുമ്പോൾ നല്ല വേഗതയായിരിക്കും. എറിഞ്ഞു കഴിഞ്ഞ് മേലോട്ട് ഇങ്ങനെ പോകുന്തോറും വേഗത കുറഞ്ഞ് 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 വേഗത 0. അതാണ് ഡീസിലറേറ്റഡ് മോഷൻ. ആ കല്ല് താഴേക്ക് വരുമ്പോൾ തുടക്കത്തിൽ വേഗത 0 ആയിരിക്കും. ബോഡി അറ്റ് റെസ്റ്റാണ്. പിന്നെ പതുക്കെ താഴേക്ക് വരുന്തോറും വേഗത കൂടി വേഗത കൂടി വേഗത കൂടി വേഗത കൂടി വേഗത കൂടി താഴേക്ക് വരും. അതാണ് ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ ആക്സിലറേറ്റഡ് മോഷനും ഡീസിലറേറ്റഡ് മോഷനും എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നോൺ യൂണിഫോം മോഷൻ എന്ന് കേൾക്കുമ്പോൾ, നിങ്ങൾ ഈ കല്ല് മേലോട്ട് പോകുന്നതും കല്ല് താഴോട്ട് വരുന്നതും നിങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർക്കണം. അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ വേഗത അങ്ങനെ കൂടി 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 ഗിയർ ഇങ്ങനെ മാറ്റി കൂടി 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 പോയില്ലേ? അതാണ് ആക്സിലറേറ്റഡ് മോഷൻ. നോൺ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെ പോകുന്നത് മനസ്സിൽ ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ കാണുക. ആക്സിലറേറ്റഡ് മോഷനും ഡീസിലറേറ്റഡ് മോഷനുമാണ് നോൺ യൂണിഫോം. യൂണിഫോം അല്ല, വേഗത കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ്. സോ അതാണ് നമ്മൾ പറയുന്നത്. അത്തരം കേസിൽ, അതായത് നോൺ യൂണിഫോം മോഷൻ്റെ കേസിൽ വേഗത കൂടി 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 പോകുന്നതും വേഗത കുറഞ്ഞു 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 വരുന്നതോ അതിനെ ഫിസിക്സിൽ പറയാം ആക്സിലറേറ്റഡ് മോഷനോ ഡീസിലറേറ്റഡ് മോഷനോ. ആ പേരിൽ തന്നെ ഓർക്കണം, ആക്സിലറേറ്റഡ്. വേഗത അങ്ങനെ കൂടി കൂടി പോവുക. കാറിൻ്റെയും ബസ്സിൻ്റെ ഒക്കെ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചവിട്ടും തോറുമാണ് വേഗത അങ്ങനെ കൂടി 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 പോകുന്നത്. വെൻ യു പ്രസ് ദ ആക്സിലറേറ്റർ ദ സ്പീഡ് ഇൻക്രീസസ്. വെൻ യു പ്രസ് ദ ബ്രേക്ക്, ഡീസിലറേറ്റർ ആണ് അത് ശരിക്കും. ബ്രേക്കിനെ നമ്മൾ ബ്രേക്ക് എന്നല്ല പറയേണ്ടത്, ഡീസിലറേറ്റർ എന്നാണ്. അപ്പുറത്തെ ആളെ ആക്സിലറേറ്റർ, വേഗത കൂട്ടുന്ന ആളെ ആക്സിലറേറ്റർ എന്ന് വിളിച്ച് ശരിക്ക് വേഗത കുറയ്ക്കുന്ന ബ്രേക്കിനെ നമ്മൾ ബ്രേക്ക് എന്ന് വിളിക്കാൻ പാടും, ഡീസിലറേറ്റർ എന്നാണ് പറയുന്നത്. സോ ആക്സിലറേറ്റഡ് മോഷനും ഡീസിലറേറ്റഡ് മോഷനും വരുമ്പോൾ ഒരേ വേഗതയിലല്ല സഞ്ചരിക്കുക, പല 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 വേഗതയിലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് പറയുന്നതാണ് ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്. So the speed of a motion in the case of non-uniform motion is called average speed or അതേപോലെ തന്നെ ആവറേജ് വെലോസിറ്റി. അതല്ല അതിൻ്റെ ഡെഫിനിഷൻ അതിൻ്റെ ഫോർമുലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്. അതായത് പല 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 വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, പക്ഷെ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക. ആവറേജ് സ്പീഡ് കാണാൻ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക. അതിനെ എന്തുകൊണ്ട് ഹരിക്കുക? ടോട്ടൽ ടൈം കൊണ്ട് ഹരിക്കുക. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ആവറേജ് സ്പീഡ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ വെക്ടർ കൊടുത്താൽ ഇവിടെ എന്താണ് വരിക? വെക്ടർ. അപ്പൊ ആവറേജ് വെലോസിറ്റി. ഇതെന്തിനാ സാർ രണ്ട് ഫോർമുല? അല്ല, നിങ്ങൾ വേഗത മാറാതെ സഞ്ചരിക്കുന്ന മോഷൻ ആണെങ്കിൽ അവിടെ വെലോസിറ്റി കൺസിഡർ ചെയ്തോളൂ, അവിടെ ഡിസ്പ്ലേസ്മെന്റ് കൺസിഡർ ചെയ്തോളൂ. അപ്പോൾ ആകെ ഡിസ്പ്ലേസ്മെന്റിനെ ആകെ ടൈം കൊണ്ട് ഹരിക്കാം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് വെലോസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ആവറേജ് സ്പീഡ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ നമുക്കിവിടെ സ്പീഡുമായി ബന്ധപ്പെട്ട് വെലോസിറ്റിയുമായിട്ടല്ല, ഇവിടെ സ്പീഡ് ഈ ഭാഗത്തു നിന്ന് വരുന്ന പ്രോബ്ലം ഒക്കെ കാറ് ബസ് എന്ന് പറഞ്ഞിട്ട് തരും. കാറ് ഡിസ്റ്റൻസ് ഇത്ര കവർ ചെയ്തു, ഇത്ര സമയം എടുത്തു. അപ്പോൾ കാറ് ബസ് ലോറി വാഹനങ്ങൾ അവിടെ ഡിസ്റ്റൻസേ പറയാൻ പറ്റൂ, അവിടെ സ്പീഡേ പറയാൻ പറ്റൂ. അതേസമയം ഒരു കല്ല് മേലോട്ട് പോയി ഒരു കല്ല് കീഴോട്ട് വീണു, അവിടെയൊക്കെ എന്താണ്? വെലോസിറ്റി. അത് സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. സ്ട്രെയിറ്റ് ലൈൻ മോഷനിൽ മാത്രമാണ് വെലോസിറ്റി പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോരോ സ്ഥലത്തെ വെലോസിറ്റിയെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡിനെ കുറിച്ച് പറയാം. ആവറേജ് സ്പീഡ്. ഇപ്പോൾ വി ആവറേജ് എന്ന് എഴുതിയിരിക്കുന്നത് എന്താണ്? ആവറേജ് സ്പീഡാണ്. ഒരേ വേഗതയിലല്ല പോകുന്നത്. ഒരേ വേഗതയിലല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാർ? ഒരേ വേഗതയിലല്ലെങ്കിൽ പല പല വേഗതയിൽ. അപ്പോൾ നമ്മൾ ആ യാത്രേനെ എ മുതൽ ബി വരെയുള്ള യാത്രയെ രണ്ട് ഭാഗമാക്കാം. 2 ഭാഗം, 3 ഭാഗമാക്കാം, 4 ഭാഗമാക്കാം, 5 ഭാഗമാക്കാം. സാർ ഇതുവരെ ഇപ്പോൾ ഒന്നായിട്ടാണല്ലോ. ഇവിടെ ഇപ്പോൾ ദൂരം, ഒരു വേഗത, അതിൻ്റെ സമയം. ഇവിടെ ഇനി നമ്മൾ 2 ആക്കാം. ഇപ്പോൾ ദൂരം 2 ആണെന്ന് വിചാരിക്കാം.
ദൂരം 2 ആണെങ്കിൽ ഇപ്പോൾ S1 ഒരു ദൂരം, S2 ഒരു ദൂരം. ഇപ്പം ഞാൻ കുറ്റിപ്പുറത്ത് നിന്ന് തൃശ്ശൂർ വരെ പോകുന്നത് ഞാൻ 2 ആക്കുകയാണ്. കുറ്റിപ്പുറത്ത് നിന്ന് കുന്നംകുളം വരെ ഒരു 40 കിലോമീറ്റർ, അവിടുന്ന് കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ വീണ്ടും ഒരു 40 കിലോമീറ്റർ. അപ്പോൾ 2 ആക്കി തരംതിരിക്കുന്നു. 40 + 40 അതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ടോട്ടൽ ഡിസ്റ്റൻസ് 2 ആക്കി ഉപയോഗിച്ചാൽ 2 ഡിസ്റ്റൻസും കൂടി കൂട്ടുക, ഡിവൈഡഡ് ബൈ 2നും എടുത്ത ടൈം, അതായത് കുറ്റിപ്പുറത്ത് നിന്ന് കുന്നംകുളം വരെ എടുത്ത സമയം, കുന്നംകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ എടുത്ത സമയം. സോ വി ആവറേജ് ഓർ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഇതാണ് ബേസിക് ഫോർമുല. ആ ബേസിക് ഫോർമുല വെച്ചിട്ടാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഇതാണ് ബേസിക് ഫോർമുല, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ബേസിക് ഫോർമുല അതാണെങ്കിലും അതല്ല കാര്യങ്ങൾ. പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ 3 തരം പ്രോബ്ലംസ് ആണ് ഇവിടുന്ന് ചോദിക്കുക. ആവറേജ് സ്പീഡ് കാണാൻ, ആവറേജ് വെലോസിറ്റി കാണാൻ. വീണ്ടും ശ്രദ്ധിക്കണേ, ആവറേജ് സ്പീഡൊക്കെ നിങ്ങൾ നല്ല വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. അതെങ്ങനെ ആവറേജ് വെലോസിറ്റി 0 ആവുന്നത്? പോയി തിരിച്ചു വരുന്നുണ്ടാവും. പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ സ്പീഡൊക്കെ ഉണ്ടാവും, പക്ഷെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയില്ലേ? ഡിസ്പ്ലേസ്മെന്റ് 0 ആയി എന്തായി? ആവറേജ് വെലോസിറ്റി 0 ആയി. ഓർക്കൂ, സ്പീഡൊക്കെ ഭയങ്കര ആയിരിക്കും, പക്ഷെ വെലോസിറ്റി ചിലപ്പോൾ 0 ആയിപ്പോകും. അതാണ് ഫിസിക്സ്. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന വേഗത, ദൂരം എന്നൊന്നും കണക്കാക്കിയിട്ട് വെലോസിറ്റി പറയരുത്. നമ്മുടെ ഫിസിക്കൽ കൺസെപ്റ്റുമായി ചേരില്ല അത്. ഒരാളിങ്ങനെ പറന്ന് നടക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഉള്ള ഒരു ഓക്സിജൻ തന്മാത്ര, ഈ റൂമിലുള്ള ഒരു ഓക്സിജൻ തന്മാത്ര മൂപ്പര് അതിഭയങ്കരമായ വേഗതയിൽ സഞ്ചരിക്കുക. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് പറയാം, എടാ ഓക്സിജനെ, നിന്റെ വെലോസിറ്റി 0 ആടാ. ഈ ഓക്സിജൻ തന്മാത്രകളൊക്കെ ഭയങ്കര വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ശ്വാസം എടുത്തില്ലെങ്കിലും നമ്മൾ മരിക്കില്ല. അപ്പോൾ നമ്മളങ്ങനെ തീരുമാനിക്കാം, ഇന്നു മുതൽ ഞാൻ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എന്തിനാ? തൂങ്ങി മരിക്കൊന്നും വേണ്ട, വിഷം കഴിക്കൊന്നും വേണ്ട, ഞാൻ ശ്വാസം എടുത്തിട്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കണേ, ഞാൻ ശ്വാസം എടുക്കണില്ല. മരിച്ചു പോവോ നമ്മൾ? ഇല്ല. കാരണം ഓട്ടോമാറ്റിക്കലി ഓക്സിജനൊക്കെ പായാണ്. ഈ ഭയങ്കരമായ വേഗതയിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കുറച്ചൊക്കെ ഓക്സിജൻ കിട്ടും, ആവശ്യത്തിന് കിട്ടില്ല. നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടും. കുറേ നേരം ഇങ്ങനെ ശ്വാസം പിടിച്ചു നിന്നാൽ നമുക്കൊരു ടെൻഷനാവും, കാരണം ആവശ്യത്തിന് കിട്ടാത്തതുകൊണ്ടാണത്. അപ്പോൾ അതുകൊണ്ട് ഓക്സിജനൊക്കെ ഭയങ്കരമായ വേഗതയിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും മൂപ്പരുടെ വെലോസിറ്റി 0 ആവാൻ കാരണം ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് പോയോടത്തേക്ക് തന്നെ തിരിച്ചു വരുന്നത് കൊണ്ടാണ്. സോ ഇതാണ് ബേസിക് ഫോർമുല, ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ. ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം നോക്കൂ. എ കാർ ട്രാവൽസ് വിത്ത് എ സ്പീഡ് ഓഫ് 40 km/h for 2 hours and with a speed of 60 km/h for next 3 hours. Find average speed. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ ചോദ്യം വരുമ്പോൾ തന്നെ പല വേഗതയിലായിരിക്കും, പല വേഗതയിൽ പല ടൈം. ഈ പ്രോബ്ലം നിങ്ങൾ ഓർക്കേണ്ടത് എങ്ങനെ? പല വേഗത പല ടൈം. നമുക്കുള്ള ഫോർമുല എന്താണ്? നമുക്കുള്ള ഒരേ ഫോർമുല V is equal to S/T. ഇതാണ് ഫോർമുല. S is equal to VT എന്നാണ് നമ്മൾ പഠിച്ചത്. S is equal to VT. അതിനെ എങ്ങനെ വേണമെങ്കിൽ തിരിക്കും മറിക്കുകയൊക്കെ ചെയ്യാമല്ലോ. S is equal to VT. അപ്പോൾ V is equal to S/T. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, ആവറേജ് സ്പീഡ് ആവറേജ് ആണെങ്കിൽ ഇപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആവറേജ് എന്ന വാക്ക് ചേർക്കുമ്പോഴോ ടോട്ടൽ ഡിസ്പ്ലേസ്. ആവറേജ് എപ്പോഴാണ് വരിക? പലത് ഉണ്ടാകുമ്പോഴല്ലേ ആവറേജ് വരിക. അപ്പൊ പല വരുമ്പോഴാണ് ആവറേജ് സ്പീഡ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ആയിരിക്കും. ടോട്ടൽ ഡിസ്റ്റൻസ്, ഇവിടെ ഡിസ്റ്റൻസ് അല്ലല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ അത്ര ദൂരം ഇത്ര വേഗതയിൽ സഞ്ചരിച്ചു, ഇത്ര ദൂരം ഇത്ര സമയം കൊണ്ട് സഞ്ചരിച്ചു, അങ്ങനെയല്ല. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, രണ്ട് ഡിസ്പ്ലേസ്മെന്റ് അല്ല, രണ്ട് വേഗതയാണ്. രണ്ട് വേഗതയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ VT, S is equal to VT. അങ്ങനെയാണെങ്കിൽ രണ്ട് വേഗതയാണെങ്കിൽ ഇതാ V1 T1 പ്ലസ് V2 T2. V1 T1 VT എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. V2 T2 അത് രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്.
അതായത് S1 പ്ലസ് S2 ഡിവൈഡഡ് ബൈ T1 പ്ലസ് T2. ഇതാണ് ഫോർമുല. ഓർക്കുക, എപ്പോഴും ഫോർമുല എന്താണ്? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. രണ്ടായിട്ടാണ് തന്നിക്കണമെങ്കിൽ രണ്ട് ഡിസ്പ്ലേസ്മെന്റും കൂടി കൂട്ടുക, രണ്ട് ടൈം ആയിട്ടാണെന്നെങ്കിൽ രണ്ടും കൂടി കൂട്ടുക, അത്രേ ഉള്ളൂ, വ്യത്യാസമൊന്നുമില്ല. സോ രണ്ടും കൂടി കൂട്ടുക. സാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലല്ലോ തന്നിക്കണ, എസ് തന്നില്ല, എസ് തന്നില്ല സാർ, എസ് തന്നില്ലെങ്കിൽ വേണ്ട. വി ടി തന്നുണ്ടോ? വി ടി എസ് തന്നെയല്ലേ വി ടി. ഓർത്തോളൂ, എസ് തന്നെയാണ് വി ടി എന്ന് പറയുന്നത്. വി ടി തന്നുണ്ട് സാർ, വി ടി തന്നുണ്ട്, വി ടി അതാ ഒന്നാമത്തെ സ്പീഡ്. അത് അവിടെ ഞാൻ ചെയ്തു കഴിഞ്ഞു, ഞാൻ കറണ്ട് പോയപ്പോൾ എഴുതി വെച്ചത്. 40 V1 40 km/h. അത് എത്ര സമയം? 40 × 2 V1 T1. അടുത്ത വേഗത എത്ര? 60 × എത്ര അവേഴ്സ്? 60 × 3 ഡിവൈഡഡ് ബൈ 2 + 3. ഒരു 2 അവേഴ്സും ഒരു 3 അവേഴ്സും, 2 അവേഴ്സും 3 അവേഴ്സും. സോ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റി, 5 ഇവിടെ 5. അപ്പോൾ നമുക്ക് ആൻസർ അതിനനുസരിച്ച് മാറ്റാം. സോ ഇതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ km/h വേഗത തന്നിരിക്കുന്നത്. ഈ km/h കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ എപ്പോഴും പറയും km/h കണ്ടു കഴിഞ്ഞാൽ അത് ഉടൻ m/s ആക്കണം. ഇവിടെ അത് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ km/h ചെയ്തിട്ട് ഉത്തരം നിങ്ങൾക്കൊരു സ്പീഡാണ്, ഉത്തരം മറ്റൊരു സ്പീഡാണ്. അത് km/h കിട്ടുക, അത് km/h കിട്ടിയാൽ മതി. നീ ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഇൻ m/s എന്ന് അവസാനം ചോദിച്ചാൽ അപ്പം മാത്രമേ നിങ്ങളിത് കാൽക്കുലേറ്റ് ചെയ്യണ്ടൂ. സോ ഇത് എത്ര വരും? സോ 25 ബാക്കി 1 10 2 പ്രാവശ്യം 52 km/h. സോ 40 km/h 2 മണിക്കൂറും 60 km/h 3 മണിക്കൂറും സഞ്ചരിച്ചാൽ അതിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ ആവറേജ് 40 + 60/2 എന്നെടുക്കാൻ പറ്റില്ല. കാരണം ഒന്ന് 2 മണിക്കൂറും ഒന്ന് 3 മണിക്കൂറാണ്. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. സോ ഈ ഭാഗം ക്വസ്റ്റ്യൻ ഏരിയയാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ക്വസ്റ്റ്യനെ ഇനിയൊന്ന് മാറ്റുന്നത് വേറെ രീതിയിൽ. ഇപ്പൊ നോക്കൂ, ഈ പ്രോബ്ലത്തിന് എന്താ പറയാ? V1 T1 V2 T2 ആവറേജ് സ്പീഡ് എത്ര? ഓരോ പ്രോബ്ലത്തിനും ഒരു പേര് കൊടുക്കണം. അപ്പൊ അത്തരം പ്രോബ്ലം കാണുമ്പോഴേക്കോ ഇത് ഞാൻ ചെയ്ത V1 T1 V2 T2 ആവറേജ് സ്പീഡ് എത്ര? അതാണ് ഈ പ്രോബ്ലം. ഇനി അടുത്ത പ്രോബ്ലം ഞാൻ പറഞ്ഞത് V1 T V2 T. V1 T1 അല്ല, V2 T2 അല്ല, V1 T V2 T. രണ്ട് വേഗത, പക്ഷെ രണ്ട് സമയവും തുല്യമാണ്. നോക്കൂ, എ കാർ ട്രാവൽ അറ്റ് 30 km/h 30 km/h for first 2 hours and with 50 km/h for next 2 hours. 2 hours രണ്ട് സമയവും തുല്യം, 2 സമയവും തുല്യം. 2 hours 2 hours. രണ്ട് സമയവും തുല്യാണെങ്കിൽ ഈ ഫോർമുലയ്ക്ക് വരുന്ന മാറ്റം നോക്കൂ. വി ആവറേജ് ഈസ് ഈക്വൽ ടു ടൈം തുല്യം. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? V1 T. ഈ ഫോർമുല V1 T V2 T. രണ്ടും T1 T2 വേണ്ട, T. എന്ത് സംഭവിക്കും? ഈ ഫോർമുലയ്ക്ക് എന്താ മാറ്റം വരിക? T കോമൺ ആണ്, ആ T ഇങ്ങോട്ട് പുറത്ത് കിട്ടും. ഇവിടെ 2T. സോ T × V1 + V2 ഡിവൈഡഡ് ബൈ 2T. ശരിയല്ലേ? T പുറത്തേക്ക് എടുത്തു, ഇവിടെ T + T 2T. T വെട്ടിപ്പോയി, ബാക്കി എന്താ കിട്ടുക? V1 + V2 ഡിവൈഡഡ് ബൈ 2. സോ V ആവറേജ് ഈസ് ഈക്വൽ ടു V1 + V2/2. വളരെ സിമ്പിൾ ഫോർമുല. രണ്ടും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് അയച്ചാൽ മതി. നോക്കൂ, ഒരു കാറ് ഒരു വേഗതയിൽ സഞ്ചരിച്ചു, പിന്നെ വേറൊരു വേഗതയിൽ സഞ്ചരിച്ചു. രണ്ട് സമയവും തുല്യമാണ്. സമയം തുല്യം വേഗത ഡിഫറൻറ്റ്. വെരി സിമ്പിൾ ഫോർമുല, V1 + V2/2. സോ ദിസ് ഈസ് അനദർ പ്രോബ്ലം. ഈ പ്രോബ്ലം എങ്ങനെ നിങ്ങൾ പറഞ്ഞു പിടിക്കുക? ഈ പ്രോബ്ലത്തിന്റെ ക്യാരക്ടർ എന്താണ്? സമയം തുല്യം വേഗത ഡിഫറൻറ്റ്. V1 T V2 T പ്രോബ്ലം. V1 T V2 T. V1 T1 V2 T1 അല്ല കേട്ടോ, V1 T V2 T പ്രോബ്ലം ആണെങ്കിൽ V1 + V2/2 വെറുതെ ചേർത്തുള്ളൂ. എന്ത് സിമ്പിൾ ആ ക്വസ്റ്റ്യൻ നോക്കൂ. എത്ര വേഗത? 30 പിന്നെ എത്ര? 50. 30 + 50 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 80/2
that is equal to 40 km/h. ഈ ടോപ്പിക്കിൽ മൂന്നാമതൊരു ടൈപ്പ് പ്രോബ്ലം കൂടി ചോദിക്കും. ആ മൂന്നാമത്തെ ടൈപ്പ് കൂടി ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, അതിലെ മൂന്നാമത്തെ ടൈപ്പ് പ്രോബ്ലം അതുകൂടി നമുക്കൊന്ന് നോക്കാം. നോക്കൂ, പ്രോബ്ലം ഇങ്ങനെയാണ്. എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് v1 and next half with speed v2. Find the average speed. പ്രോബ്ലം നല്ലവണ്ണം മനസ്സിലാക്കുക, പ്രോബ്ലം മനസ്സിൽ കാണുക. ഒരു കാറ് ട്രാവൽ ചെയ്യാണ്, ആകെ ഒരു 100 കിലോമീറ്റർ സഞ്ചരിക്കണം എന്ന് വിചാരിക്കുക. 100 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആദ്യത്തെ 50 കിലോമീറ്റർ v1 സ്പീഡിലും പിന്നത്തെ 50 കിലോമീറ്റർ v2 സ്പീഡിലും. ശ്രദ്ധിക്കൂ, ഇവിടെ ദൂരങ്ങൾ തുല്യമാണ്. നമുക്കതിൻ്റെ ഫോർമുല ഇതാണ്. വി ആവറേജ് ഈസ് ഈക്വൽ ടു 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. സാധാരണ പല ചാപ്റ്ററിൽ ഇങ്ങനത്തെ പ്രോബ്ലം വരും, ഇങ്ങനത്തെ ഫോർമുല വരും. ഈ ഫോർമുല ശ്രദ്ധിക്കണം. 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് b. 2ab ഡിവൈഡഡ് ബൈ a പ്ലസ് b. ഇവിടെ v1 v2 ആണ് തുല്യ ഡിസ്റ്റൻസിൽ. തുല്യ ഡിസ്റ്റൻസ് എങ്ങനെ ഫോർമുല? ഇതാണല്ലോ യഥാർത്ഥ ഫോർമുല. ഒറിജിനൽ ഫോർമുല ഇസ് ദിസ്. V average is equal to total distance divided by total time. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് പകുതി എന്നാണല്ലോ. അപ്പോൾ നമുക്ക് SS എന്നെടുക്കാം. ടോട്ടൽ ഡിസ്റ്റൻസ് 2S ആയിക്കോട്ടെ, SS എന്നെടുത്തു. അപ്പോൾ ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് S പ്ലസ് S ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം തന്നിട്ടില്ല. ടോട്ടൽ ടൈം വേണ്ട സർ, വേഗത തന്നിട്ടുണ്ട്. വേഗത തന്നിട്ടുണ്ടെങ്കിൽ ടൈം കാണാനുള്ള ഫോർമുല S ബൈ V. S is equal to Vt, T is equal to S by V. S by V1 ആദ്യത്തെ പകുതിയുടെ സമയം, S by V2 രണ്ടാമത്തെ പകുതിയുടെ സമയം. രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ ടൈം ആയില്ലേ. സോ 2S ഡിവൈഡഡ് ബൈ S കോമൺ ആണ്, ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ 1 by V1 പ്ലസ് 1 by V2. 2Sലെ എസും കൂടിയിട്ട് കട്ടായി പോയി, ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ കിട്ടുക? 1 by V1 പ്ലസ് 1 by V2. അതിനെ ഒന്ന് LCM എടുത്തു കഴിഞ്ഞാൽ എന്താവും? V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ V1 V2. 2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 ഡിവൈഡഡ് ബൈ V1 V2. V1 V2 മുകളിലേക്ക് കൊണ്ടുപോയാൽ 2V1 V2 divided by V1 plus V2. This is the formula. You have to remember this formula. ദൂരങ്ങൾ തുല്യമാണെങ്കിൽ തുല്യ ദൂരം ഡിഫറൻറ്റ് വേഗത 2V1 V2 divided by V1 plus V2. ഒരു പ്രോബ്ലം, ഇതേ പ്രോബ്ലം തന്നെ. ഇതിൽ V1ന്റെ സ്ഥാനത്ത് 50 km/h V2ന്റെ സ്ഥാനത്ത് 60 km/h ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാറ്റി എഴുതിക്കോളൂ. എ കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് 50 km/h ആൻഡ് ദ നെക്സ്റ്റ് ഹാഫ് വിത്ത് സ്പീഡ് 60 km/h. അങ്ങനെ ഒരു പ്രോബ്ലം എഴുതുക. ഈ ഫോർമുല എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. 2 into V1 50 V2 60 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2 50 പ്ലസ് 60 ഒക്കെ km/h. മാറ്റണമൊന്നുമില്ല സാർ, ഞങ്ങൾ മാറ്റണ്ട, ഞങ്ങൾക്ക് ഉത്തരം km/h കിട്ടിയാൽ മതിയല്ലോ. ശരി, നോക്കൂ ബാക്കി എന്തൊക്കെ വെട്ടം നോറ്റു. 50 പ്ലസ് 60 എന്തായി? 110. 110 0 കട്ട് ചെയ്തു. ബാക്കി എന്താ കിട്ടുക? 2 into 6 12, 12 into 50 12 into 50 divided by in the denominator what is left here? 11. 12ഉം 11ഉം ആയിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് തന്നെയാണ്. നമുക്ക് 1.1 എന്ന് ഏകദേശം എടുക്കുക. 1.1 into 50. 1.1 into 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 into 5. 11 into 5 എത്ര? 55 km/h. ആവറേജ് വെലോസിറ്റി, ആവറേജ് സ്പീഡ്, വാഹനങ്ങളുടെ പ്രോബ്ലം പറയുമ്പോൾ ആവറേജ് സ്പീഡ് ആയിട്ടാണ് പറയുക. കാരണം വാഹനങ്ങൾ നേരെ ഒന്നുമല്ലല്ലോ സഞ്ചരിക്കുക. സോ നേരെ സഞ്ചരിക്കുന്ന വരുമ്പോൾ ആവറേജ് വെലോസിറ്റി എന്നാണ് പറയുക. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ, വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. ഇതിൽ 3 ഫോർമുലകൾ നിങ്ങൾ ഓർക്കണം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, എല്ലായിടത്തും ഉപയോഗിക്കുന്ന ബേസിക് ഫോർമുല ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ഡിസ്റ്റൻസ് തരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിസ്റ്റൻസ് അല്ല, വേഗതയാണ് തരുന്നത്, സമയമാണ് തരുന്നതെങ്കിൽ ഡിസ്റ്റൻസിന്റെ ഫോർമുല തന്നെയാണ് VT. S1 is equal to V1 T1, S2 is equal to V2 T2. അപ്പോൾ ഫോർമുല മാറും. V1 T1 പ്ലസ്
v2 t2 divided by t1 plus t2. ഇതാ ആവറേജ് വെലോസിറ്റിയുടെ ആവറേജ് സ്പീഡിന്റെ രണ്ടാമത്തെ ഫോർമുല. ഇത് ഒന്നാമത്തെ ഫോർമുല, ഇത് രണ്ടാമത്തെ ഫോർമുല. എവിടെ ഇത് ഉപയോഗിക്കുക? ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടില്ല, അല്ലെ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, വേഗത ടൈം v1 t1 v2 t2 പ്രോബ്ലം. ദിസ് ഈസ് v1 t1 v2 t2 പ്രോബ്ലം. ഇനി v1 t1 v2 t2 ഒന്നുകൂടി എളുപ്പമാക്കാൻ t1 ഉം t2 ഉം തുല്യമാണെന്ന് വിചാരിക്കും. അതായത് v1 വേഗതയിൽ 2 മണിക്കൂർ സഞ്ചരിച്ചു, പിന്നെ v2 വേഗതയിൽ 2 മണിക്കൂർ തന്നെ സഞ്ചരിച്ചു. t1 t2 വേറെയല്ല, tt തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഫോർമുല സിമ്പിൾ ആയി മാറും v1 plus v2 by 2. v1 plus v2 by 2. This is the third formula. When this is used, when time intervals are equal. ടൈം ഈക്വൽ ആണെങ്കിൽ ഇതാണ്. ഇനി അതല്ല, ടൈമിനെ കുറിച്ചല്ല പറയുന്നത്, ഡിസ്റ്റൻസുകളെ കുറിച്ചാണ് പറയുന്നത്. തുല്യ ഡിസ്റ്റൻസിലാണ് സഞ്ചരിക്കുന്നത്, തുല്യ ഡിസ്റ്റൻസ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ്, ദെൻ സെക്കൻഡ് ഹാഫ്. അങ്ങനെയാണെങ്കിൽ ഫോർമുല ഇതാണ് 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ഈ പ്രോബ്ലം നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു കാറ് പകുതി ദൂരം എന്ന് പറയുന്നതിന് പകരം ഒരു കാറ് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയും. എന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് അതേ റൂട്ടിലൂടെ തന്നെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് പ്രോബ്ലം. കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്ക് 50 km/h സ്പീഡിൽ പോയി, തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് കോഴിക്കോട്ടേക്ക് 60 km/h വേഗതയിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് തുല്യല്ലേ? കോഴിക്കോട് നിന്ന് തൃശ്ശൂർക്കും തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഒരേ ദൂരമല്ലേ? അപ്പം അങ്ങനെ പ്രോബ്ലം ചോദിക്കാം. പക്ഷെ അവിടെ നിങ്ങളെ കൊടുക്കാൻ ഒരു പ്രോബ്ലം വരും. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ? അതിൻ്റെ കൂടെ ചോദിക്കും വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദി കാർ. അവിടെ ഒരു ചതിക്കുഴിയുണ്ട്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരെത്തി, തൃശ്ശൂരിൽ നിന്ന് വീണ്ടും തിരിച്ച് കോഴിക്കോട് എത്തിയാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആയി. ഡിസ്പ്ലേസ്മെന്റ് 0 ആയി കഴിഞ്ഞാൽ വെലോസിറ്റി 0 ആയി പോകും. സ്പീഡ് 0 അല്ല, പക്ഷെ വെലോസിറ്റി 0 ആയി പോകും. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ, എങ്ങനത്തെ പ്രോബ്ലം? എ കാർ ട്രാവൽസ് ഫ്രം എ ടു ബി വിത്ത് എ സ്പീഡ് 50 km/h, എനി വാല്യൂ, വാട്ട് എവർ ബി ദ വാല്യൂ, ആൻഡ് റിട്ടേൺസ് ത്രൂ ദി സെയിം പാത്ത് വിത്ത് എ സ്പീഡ് 60 km/h. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ ദൂരം. ഉടൻ ഫോർമുല ഉപയോഗിച്ചോളൂ. 2v1 v2 ഡിവൈഡഡ് ബൈ v1 പ്ലസ് v2. ദിസ് ഈസ് ആവറേജ് സ്പീഡ്. ആവറേജ് വെലോസിറ്റി എന്താവും? ആവറേജ് വെലോസിറ്റി 0 ആയി പോവും, ബിക്കോസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 0. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദി മോഷൻ ഇൻ one dimension or motion along a straight line. രണ്ടാം പാർട്ടുമായി നമുക്ക് ഉടൻ കാണാം. താങ്ക് യു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളിൽ എത്തുന്നത് വരെ താങ്ക് യു.